റമദാൻ മാസമായതുകൊണ്ട് ഇൽമ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാവും നിങ്ങൾക്ക്. അതെല്ലാം കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ചെറിയ ചില അശ്രദ്ധ കൊണ്ട് ഗഫലത്ത് കൊണ്ട് നമ്മുടെ നല്ല നല്ല ഇബാദത്തുകൾ ചിലപ്പോൾ ഫസാദായി പോകും. ഇപ്പം ഇന്ന് എൻ്റെ നാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു, ഭാര്യയെ ഇമാമാക്കിയിട്ട് ഭർത്താവ് ബാക്കിൽ തുറന്നിട്ട് ജമാഅത്തായി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെണ്ണിനെ ഒരു പുരുഷൻ ഇമാമാക്കിയാൽ ഒരിക്കലും ജമാഅത്ത് ശരിയല്ല. എന്നല്ല, പെണ്ണാണോ ആണാണോ എന്ന് സംശയമുള്ള ട്രാൻസ്ജെൻഡർ ഹൊൻസ, പെണ്ണാവാനൊരു സാധ്യതയുണ്ട്, ആണാവാനൊരു സാധ്യതയുണ്ട്. ഹൊൻസയെ വരെ ആണുങ്ങൾ ഇമാമാക്കിയിട്ട് നിർത്താൻ പാടില്ല എന്ന് നമ്മുടെ ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞ മസലയാണത്. അപ്പൊ നോക്കുമ്പോൾ സംഭവം എന്താ, നാട്ടിലൊരു ഫുലാൻ അങ്ങനെ ചെയ്തിന്, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ ആവേശം ഉണ്ടാവല്ലോ തുടക്കമായതുകൊണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങളെ ഇമാമാക്കിയിട്ട് ഭാര്യയെ ഇമാമാക്കിയിട്ട് ഓൻ ജമാഅത്തായിട്ട് ളുഹർ നിസ്കരിച്ചിട്ട് വന്നിന്. അങ്ങനെ ചെറുപ്പക്കാർക്കിടയിലെല്ലാം ചർച്ചയായി. അങ്ങനെയാണ് എനിക്ക് വിളിക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അടുത്തന്നെ ഉണ്ട്, ഫോൺ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ ചെറുപ്പക്കാരൻ അപ്പുറത്ത് പറയുന്നുണ്ട്, ഉസ്താദെ അങ്ങനെയാണെങ്കിൽ എൻ്റെ പെണ്ണുങ്ങൾ ശരീഅത്തെല്ലാം പഠിച്ചിട്ട് ബിരുദെല്ലാം കിട്ടിയ പെണ്ണ, എനിക്ക് ബിരുദമൊന്നുമില്ല, അപ്പൊ ഓൾക്കല്ലേ വിവരം കൂടുതൽ, അതുകൊണ്ടാണ് ഓളെ പിടിച്ചിട്ട് ഇമാമാക്കിയത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ പെണ്ണുങ്ങളെ നഫീസത്തിൽ മിസ്രി വന്നാലും ഇമാമത്തിന് ആരേ പറ്റുള്ളൂ, ആണുങ്ങളെ പറ്റുള്ളൂ. കാരണം ഇമാമത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ റിയാസത്ത് എന്നാണ്, അല്ലെ? നേതൃത്വം, പ്രസിഡന്റ് എന്നതിൻ്റെ അർത്ഥം. അതിന് പെണ്ണുങ്ങളെ പറ്റില്ല. ആണിന് ഇമാമായിട്ട് ആണിനെ മാത്രമേ പറ്റുള്ളൂ, പെണ്ണുങ്ങളെയും പറ്റൂല. ആണിമാമാക്കാൻ ഹുൻസയെയും പറ്റൂല. പെണ്ണുങ്ങളെ പറ്റൂന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം പള്ളിയിൽ പെണ്ണുങ്ങളെ ഇമാമാക്കിട്ടല്ലേ, ചെറുപ്പക്കാരെല്ലാം ബാക്കിലെല്ലാം ഉണ്ടാവട്ടെ നേരെ. അപ്പോ ചെറിയ ചില അശ്രദ്ധ കൊണ്ട് ഗഫലത്ത് കൊണ്ട് നമ്മുടെ ജമാഅത്ത്, നമ്മുടെ നിസ്കാരം ചിലപ്പോൾ ബാക്കിലായി പോകും. അങ്ങനെ ആ ചെറുപ്പക്കാരനോട് നിസ്കാരം മടക്കാൻ വേണ്ടി പറഞ്ഞു. തീർച്ചയായിട്ടും നിസ്കാരം മടക്കണം. കാരണം ജമാഅത്തിന്റെ ഷർത്ത് വെക്കാതെ ജമാഅത്താക്കിയിട്ടുണ്ടെങ്കിൽ ജമാഅത്ത് മാത്രമല്ല ബാത്തിലാവുക, നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അപ്പൊ എൻ്റെ വിഷയം അതല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞത് 4 കാര്യങ്ങൾ അത്തായ സമയത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഇന്നലെ. അപ്പൊ ജനാബത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുബഹിക്ക് മുമ്പ് അല്ലെങ്കിൽ ആർത്തവം, ഹൈദ്, നിഫാസ് ഇതൊക്കെ രാത്രി അവസാനിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് വൃത്തിയായിട്ടാണ് നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. അതാണ് സുന്നത്ത് എന്നാ പറയുന്നത്. ഇനി അങ്ങനെ ചെയ്തിട്ടില്ല, ജനാബത്തുകാരൻ കുളിക്കാതെ നോമ്പിലേക്ക് പ്രവേശിച്ചു, സുബഹി ബാങ്കിന്റെ സമയത്ത് കുളിച്ച് വൃത്തിയായിട്ടില്ല, ജനാബത്തോടുകൂടെ നോമ്പിലേക്ക് പ്രവേശിച്ചു, എങ്കിലും നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് കിട്ടും. പക്ഷേ അങ്ങനെ നോമ്പ് തുടങ്ങിയതിന് ശേഷം കുളിക്കുന്ന ആളുകൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കുളിയെ കിതാബുകളിൽ 4 തരമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, നിർബന്ധമായ കുളിയുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ ജനാബത്ത് ഉണ്ടായിട്ട് കുളിക്കുക, അല്ലെങ്കിൽ ഹൈദ് രക്തം, നിഫാസ് രക്തം നിലച്ചിട്ട് കുളിക്കാൻ, അത് നിർബന്ധമായ കുളിയാണ്. അല്ലെങ്കിൽ പകൽ സമയത്ത് ഒരാൾ കിടന്നുറങ്ങി, അപ്പൊ അയാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായി, സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് മുറിയുന്നില്ല, പക്ഷെ കുളി നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ ഒരാൾ നിർബന്ധമായും കുളിക്കുകയാണ്. അല്ലെങ്കിൽ സുന്നത്തായ കുളികളുണ്ട്. രണ്ടാമത്തേത് സുന്നത്തായ കുളിയാണ്. ഇപ്പൊ ജുമാക്ക് വരാൻ വേണ്ടിയിട്ട് നോമ്പുകാരൻ കുളിക്കൽ സുന്നത്താണ്, മയ്യത്തിനെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കൽ സുന്നത്താണ്. അങ്ങനെ കുളി സുന്നത്തുള്ള പല സന്ദർഭങ്ങളുണ്ട്. ഇതിനൊന്നും അല്ലെങ്കിൽ ശരീരത്തിന് വൃത്തികെട്ട സ്മെല്ല് വരുമ്പം തന്നെ മുസ്ലിം ആയതുകൊണ്ട് നമുക്ക് കുളിക്കൽ സുന്നത്താണ്. അപ്പൊ ഇങ്ങനെ സുന്നത്തായ കുളിയോ നിർബന്ധമായ കുളിയോ ഒരാൾ കുളിക്കുമ്പോൾ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ അബദ്ധത്തിൽ വെള്ളം കയറിയത് കൊണ്ട് നോമ്പ് മുറിയുന്നില്ല. ബോധപൂർവം ചെവിയിലേക്ക് വെള്ളം കയറ്റരുത്, വായ തുറന്നിച്ചിട്ട് ഉള്ളോട്ട് കയറ്റരുത്. അറിയാതെ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ ഉള്ളോട്ട് വെള്ളം കയറി പോയാൽ നിർബന്ധമോ സുന്നത്തോ ആയ കുളിയാണെങ്കിൽ നോമ്പ് മുറിയുന്നില്ല. കാരണം നിർബന്ധമോ സുന്നത്തോ ആയ കുളി അള്ള പറഞ്ഞിട്ട് കുളിക്കാം, അപ്പൊ അതുകൊണ്ട് ഉദലുണ്ട്, കാരണമുണ്ട്, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതേസമയം വേറെ 2 തരം കുളിയുണ്ട്. ഒന്ന് ഹലാലായ കുളികൾ. അതിന് കിതാബിൽ പറയുന്ന ഉദാഹരണം തബറുദിന് വേണ്ടി എന്ന് പറയും. ചൂടെടുക്കുമ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് കുളിച്ചു. അതിപ്പോ സുന്നത്തായ കുളിയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതേപോലെ തന്നെ കറാഹത്തായ കുളിയുണ്ട്. നോമ്പുകാരൻ മുങ്ങിക്കുളിക്കുക എന്നത് കറാഹത്താണ്. ഏത് കുളിയാണെങ്കിലും, സുന്നത്തായ കുളിയോ വാജിബായ കുളിയോ ഹലാലായ കുളിയോ ഏത് കുളിയാണെങ്കിലും നോമ്പുകാരൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് കുളിക്കുന്നത് കറാഹത്താണ്.
അപ്പൊ അങ്ങനെ കറാഹത്തായ കുളിയാണ് ഒരാൾ നോമ്പുകാരനായി കുളിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്തോ വാജിബോ അല്ല, ഹലാലായ കുളിയാ കുളിക്കുന്നത്. ഇങ്ങനെ കുളിക്കുമ്പോൾ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം കയറിയാൽ തീർച്ചയായിട്ടും നോമ്പ് മുറിയും. അപ്പോ നിർബന്ധമായ കുളിക്കുന്നുണ്ട്, കറാഹത്തായ കുളിക്ക് അതേപോലെ തന്നെ ഹലാലായ കുളിക്കുന്നു കാരണങ്ങളില്ല. അത് അള്ളയും റസൂലും പറഞ്ഞ കുളി അല്ലാത്തത് കൊണ്ട് അബദ്ധത്തിൽ കയറിപ്പോയാൽ തന്നെ നോമ്പ് മുറിയുന്നുണ്ട്. അപ്പൊ കുളിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇത് പിന്നെ ഉച്ചക്ക് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല, എല്ലായിടത്തും ഒരേ മസാല തന്നെയാണ്. ഇന്നലെ ഇപ്പൊ ആരോ വൈകുന്നേരം എന്നോട് ഒന്ന് ചോദിച്ച്, വൈകുന്നേരം കുളിക്കാൻ പാടില്ല ഉസ്താദേ, കറാത്തുണ്ട, സ്വബൈ കുളിക്കാൻ പറ്റുന്നാരല്ലോ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാവും. പല്ല് തേക്കുന്നിടത്ത് ഉച്ചയ്ക്ക് ശേഷം കറാത്ത്, ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചക്ക് മുമ്പാണെങ്കിൽ ഹലാല് എന്ന മസാലയുണ്ട് എന്നല്ലാതെ കുളിക്കുന്നിടത്ത് ഉച്ചക്ക് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. നിർബന്ധമോ സുന്നത്തുമായ കുളിയാണെങ്കിൽ ആ കുളിക്ക് ഉദറുണ്ട് എന്നല്ല. ഒരാൾക്ക് റമദാനിന്റെ പകലുകളിൽ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ പെട്ടെന്ന് കുളിക്കൽ സുന്നത്താണ്. നിസ്കാരത്തിന് മുമ്പ് കുളിക്കൽ നിർബന്ധം, സ്വപ്നസ്ഖലനം ഉണ്ടായാൽ പെട്ടെന്ന് കുളിക്കൽ സുന്നത്താണെന്ന് ശർവാനി പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉച്ചക്ക് മുമ്പാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും ഒരു വ്യത്യാസമില്ല. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഉച്ചക്ക് മുമ്പ് എന്ന വ്യത്യാസമല്ല നോക്കേണ്ടത്. കുളിക്കുന്നത് നിർബന്ധമോ സുന്നത്തോ ആയ കുളിയാണെങ്കിൽ അബദ്ധത്തിൽ വെള്ളം കയറിയാൽ നോമ്പ് മുറിയില്ല. കറാഹത്തോ ഹലാലോ ആയ കുളിയാണെങ്കിൽ, അവിടെ കറാഹത്തായ കുളിക്ക് ഉദാഹരണം പറഞ്ഞത് ഇപ്പം പറഞ്ഞതുപോലെ മുങ്ങിക്കുളിക്കലാണ്. അവിടെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, മുങ്ങിക്കുളിച്ചാൽ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം കയറുമെന്നുണ്ടെങ്കിൽ അത് കറാഹത്ത് എന്നതിന്റെ ഹുക്മ വിട്ടിട്ട് ഹറാമിലേക്ക് വരെ പോകും. അതുകൊണ്ട് റമദാന്റെ പകലുകളിൽ ഒരിക്കലും നിർബന്ധമായ കുളിയാ കുളിക്കുന്നെങ്കിൽ വരെ സ്വിമ്മിംഗ് പൂളില, തോട്ടില, പുഴയില ഒന്നും മുങ്ങിയിട്ട് കുളിക്കാൻ പാടില്ല. ഷവറിനടിയിലോ ബക്കറ്റോ മറ്റോ കുഴി കുളിക്കുമ്പോൾ നിർബന്ധമോ സുന്നത്തോ ആയ കുളിയാണെങ്കിൽ ഉദറുണ്ട്, അല്ലാത്ത കുളികൾക്ക് ഉദറില്ല. പിന്നെ കുളി സുന്നത്തുള്ള സ്ഥലങ്ങൾ പറയുന്ന സ്ഥലത്ത് പ്രത്യേകം ഫതൂമിയും പറഞ്ഞിട്ടുണ്ട്, റമദാന്റെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ്. അത് ഈ പകലിൽ കുളിക്കേണ്ട ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് റമദാന്റെ എല്ലാ രാത്രിയിലും നമ്മൾ എല്ലാ ദിവസവും ഒരു വട്ടം കുളിക്കുമല്ലോ, ആ കുളി അത് രാത്രിയിലേക്ക് മാറ്റിവെച്ച് രാത്രി കുളിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. ഒന്നും കരുതണ്ട, റമദാനിന്റെ എല്ലാ രാത്രിയിലും സുന്നത്തുള്ള കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയത്ത് ചെയ്തിട്ട് കുളിച്ചാൽ തന്നെ ആ കുളിക്ക് സുന്നത്തിന്റെ കുളി കിട്ടും. അപ്പൊ പകലിൽ കുളിക്കുന്ന കുളി രാത്രിയിലേക്ക് സുന്നത്തായ കുളി, പിന്നെ രാത്രി എപ്പോഴും റമദാന്റെ രാത്രിയിൽ പ്രത്യേകം കുളിക്കൽ സുന്നത്തുണ്ട് എന്ന് നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നോമ്പുകാരൻ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വായിൽ വെള്ളം കുളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അത് കുളിയിലുണ്ട് ഉദുവിലുണ്ട്, ആ സുന്നത്തുണ്ട്. പക്ഷേ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുബാലഗത്ത് പാടില്ല. ഉദു എടുക്കുന്ന ആളാണെങ്കിലും കുളിക്കുന്ന ആളാണെങ്കിലും വായിൽ വെള്ളം കുളിക്കുമ്പോൾ ചെറുങ്ങനെ വായിലേക്ക് വെള്ളമാക്കിയിട്ട് സുന്നത്തെടുക്കണം. കൂടുതൽ വെള്ളം മൂക്കിലൂടെയും വായിലൂടെയും അടിച്ചു കയറ്റുന്നത് നോമ്പുകാരന് കറാഹത്താണ്. അങ്ങനെ മുബാലഗത്താക്കി അമിതമായി വായിലൂടെയോ മൂക്കിലൂടെയോ നോമ്പുകാരൻ ഒതു എടുക്കുമ്പോഴോ കുളിക്കുമ്പോഴോ വെള്ളം കയറ്റിയിട്ട് തരിപ്പിലേക്ക് കയറിപ്പോയി, അല്ലെങ്കിൽ ഉള്ളോട്ട് വായ ഇറങ്ങിപ്പോയി, നാം നോമ്പ് മുറിയും. കാരണം മുബാലഗത്താക്കൽ കറാഹത്താണ്, കറാഹത്തിന് ഉതിരില്ല. അപ്പൊ അതും നമ്മൾ ഒതു എടുക്കുമ്പോഴും കുളിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വായ നിജസ്സായി കഴിഞ്ഞാൽ, ഇപ്പൊ പല്ല് പറിച്ചിട്ട് ചോര വന്നാൽ വായ നിജസ്സാവും, അല്ലെങ്കിൽ മണ്ണ് പൊട്ടിയിട്ട് ചോര വന്നാൽ വായ നിജസ്സാവും. നജസ്സായ വായ കയറുമ്പോൾ പിന്നെ തൊണ്ടന്റെ അടിഭാഗത്തേക്ക് വെള്ളത്തുന്ന നിലക്ക് നല്ലോണം വെള്ളം കയറ്റണം. അങ്ങനെ നിർബന്ധമായ സാഹചര്യത്തിൽ നമ്മൾ വെള്ളം കയറ്റുമ്പോൾ അബദ്ധത്തിൽ വെള്ളം ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയൊന്നുമില്ല. പിന്നെ നജസ്സായ വായ അങ്ങനെ മുബാലഗത്താക്കി നല്ലോണം വെള്ളം എത്തിച്ചിട്ട് കഴിക്കുന്നത് നിർബന്ധമായതുകൊണ്ടാണ്. നിർബന്ധം ചെയ്യുന്നിടത്തൊക്കെ ഉദറുണ്ട്, കറാത്ത് ചെയ്യുന്നിടത്തൊന്നും ഉദറില്ല. അതുകൊണ്ട് വായിൽ വെള്ളം കുപ്പിടിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ഒതു എടുക്കുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ കുറച്ച് വെള്ളം മാത്രം നോമ്പുകാരൻ കയറ്റി നോമ്പ് മുറിയാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.